നമ്മൾ ഹിന്ദുക്കൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ് നല്ലത്. മൂന്ന് കാരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് UDF തിരിച്ചു വരണം എന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല ഞാൻ, എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പഠിക്കുന്ന വ്യക്തിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അടുത്ത സുഹൃത്തുക്കളും മറ്റുമുണ്ട്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് വരുന്നതാണ് നല്ലത്. 3 കാരണങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാരനാകാം, കമ്മ്യൂണിസ്റ്റുകാരനാകാം, BJP കാരനാകാം. പക്ഷേ ഈ 3 കാരണങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. ഇതിലെ ഏറ്റവും പ്രധാന ഒന്നാമത്തെ കാരണം, നമ്മുടെ ഇന്ത്യയുടെ അച്ഛൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഡിസൈൻ ചെയ്ത കൊടി പോലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പോലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയും. യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിന്റെ കൊടിയായിരുന്നു. ഇതിൽ ചർക്കയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അശോക ചക്രം വരികയും ഇത് ഇന്ത്യയുടെ കൊടിയായി മാറുകയും ചെയ്യുന്നത്. അപ്പോ ആ ഇന്ത്യയുടെ കൊടിയിൽ വിഭാവനം ചെയ്തതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന എല്ലാവരെയും, വിശ്വാസി അവിശ്വാസി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സെക്കുലർ എന്നോ ബഹുസ്വരമെന്നോ പ്ലൂറലിസ്റ്റിക് എന്നോ മതസൗഹാർദ്ദമെന്നോ പേരെന്ത് പറഞ്ഞാലും ആ ഫ്രെയിം വർക്ക് ഉൾക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനും UDFനും സാധിക്കും. കേരള കോൺഗ്രസ് പ്രധാനമായി നമ്മുടെ മുസ്ലിം വിഭാഗങ്ങളടക്കം, കേരള കോൺഗ്രസ് വ്യത്യസ്തമുണ്ട്, എന്നിരുന്നാലും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം വ്യത്യസ്ത വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനും ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളടക്കം എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാനുമുള്ള വലിയൊരു കഴിവ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കും UDFനും ഉണ്ട്. ഈ കഴിവ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ കാരണം, സ്വാമി അയ്യപ്പൻ, ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ശക്തമായി വിശ്വാസികളുടെ കൂടെയുള്ള നിലപാടെടുക്കും. അത് കോൺഗ്രസും എടുക്കും, BJPയും എടുക്കും. CPMഉം ഇപ്പോ വിശ്വാസികളുടെ നമ്മളൊക്കെ മുമ്പ് പറഞ്ഞ നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസും BJPയും കുറെ കൂടെ ശക്തമായിട്ടെടുക്കും. പക്ഷെ BJP നമുക്ക് അറിയുന്നത് പോലെ BJP ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതയില്ല. BJPയുടെ ബെസ്റ്റ് കേസ് സിനാരിയോ 1 മുതൽ 5 സീറ്റുകൾ വരെയൊക്കെയാണ്. ഏറ്റവും കൂടുതൽ BJPക്കാർ പോലും പറയുന്ന 5 മുതൽ 10 സീറ്റുകൾ വരെ മാത്രമാണ്. അപ്പോ BJPക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ് വിശ്വാസികൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും ഒക്കെ നല്ലത്. വളരെ ശക്തമായ രീതിയിൽ ഹിന്ദു വിശ്വാസങ്ങൾക്കും ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസങ്ങൾക്കൊക്കെ അവർ ഗുണം ചെയ്യും. BJPയെ തെരഞ്ഞെടുത്താൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, അവർ മുസ്ലിങ്ങളെ ദ്രോഹിക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ കൊണ്ടുവരും. ക്രിസ്ത്യൻ സമൂഹത്തിന് ദോഷകരമായ നോർത്ത് ഇന്ത്യയെ കൊണ്ടുവരും. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണമെന്നുള്ളത് കൊണ്ട് BJPക്കാരെ ചെയ്യില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും SCR അടക്കമുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കന്യാസ്ത്രീമാരെ ജയിലിൽ പിടിച്ചിരുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് പലപ്പോഴും ദോഷം ചെയ്യും. CPMനെ തെരഞ്ഞെടുത്താൽ പലപ്പോഴും നമ്മൾ ഹിന്ദുക്കൾക്ക് ദോഷം ചെയ്യും. കാര്യം നമുക്ക് പണി തരും. കോൺഗ്രസ് എല്ലാവർക്കും ഉള്ള ഇടമാണ്. അതുകൊണ്ട് ശബരിമല അയ്യപ്പ വിശ്വാസികൾക്ക്, ഇപ്പൊ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പാഴ്സി എല്ലാ വിഭാഗങ്ങളിലെയും ആൾക്കാർക്ക് അനുകൂലമായ നയവും നിലപാടും സ്വീകരിക്കും. കോൺഗ്രസിൽ കുറച്ച് കടുത്ത നെഹ്റുവിയൻ ലെഫ്റ്റ് ഉണ്ട്, പക്ഷേ അവരെക്കാട്ടി കൂടുതൽ വിശ്വാസികളും മറ്റും ഒക്കെയാണ്. അതുകൊണ്ട് ഈ ഗാന്ധിയൻ റൈറ്റ് നിൽക്കുന്ന, ഗാന്ധിയൻ സ്പേസിൽ നിൽക്കുന്ന, സെന്റർ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കോൺഗ്രസിൽ ഒരു മേൽക്കൈ കിട്ടുകയും നമ്മൾ വിശ്വാസികളും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും. അതോടൊപ്പം വിശ്വാസത്തോടൊപ്പം വികസനവും ഉണ്ടാവും, വളർച്ചയുണ്ടാകും. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ബാലൻസും ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടാകും. അപ്പൊ ആദ്യ റീസൺ, നമ്മുടെ കൊടിയുടെ മതസൗഹാർദ്ദം പോലെ എല്ലാവരെയും കോൺഗ്രസിന് കൊണ്ടുപോകാൻ കഴിയും. 2, നമ്മൾ ശബരിമല വിശ്വാസികൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും ഹിന്ദുക്കൾക്കും അനുകൂലമായി കോടതിയിൽ എടുക്കും. അതും എല്ലാവർക്കും കൂടെ ഉണ്ടാകും. അതോടൊപ്പം വളർച്ച, വികസനം, വിതരണം, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇങ്ങനെ ഒരു ബാലൻസ് ആണ് പലപ്പോഴും വേണ്ടത്. ഏത് രാജ്യത്തിന്റെയും ആത്മാവ് ഈ ബാലൻസിലാണ്. ആ ബാലൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. 3, ഒരിക്കൽ കൂടെ CPM വന്നാൽ പണ്ടത്തെ ബംഗാളിന്റെ ദുരവസ്ഥ ഉണ്ടാകും. അധികാര ധാർഷ്ട്യം CPMന് തന്നെ ദോഷം ചെയ്യും, കേരളത്തിന് ദോഷം ചെയ്യും, കോൺഗ്രസിന് നശിക്കുകയും ചെയ്യും. അപ്പം പല ഫാക്ടേഴ്സാണ്. അതായത് ഒരിക്കൽ കൂടെ CPM അധികാരത്തിൽ വന്നാൽ വെസ്റ്റ് ബംഗാൾ അധികാരത്തിൽ ഇരുന്നത് പോലെ, അല്ലെങ്കിൽ കോൺഗ്രസ് ഡൽഹിയിൽ 3 തവണ അധികാരത്തിൽ ഇരുന്ന് ഇന്ന് 0 സീറ്റ് നിൽക്കുന്നത് പോലെ ഈ അധികാര തുടർച്ചകൾ ജനാധിപത്യത്തിന് നല്ലതല്ല. മാറി മാറി ഭരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതുകൊണ്ടാണ് എല്ലാ പാർട്ടികൾക്കും അങ്ങനെ അധികാരത്തിൽ അവസരം വേണം. ഒരിക്കൽ കൂടി CPM വന്നാൽ ആ ബംഗാളിന്റെ ദുരവസ്ഥ ഉണ്ടാകും. അധികാര ധാർഷ്ട്യം CPMന് ദോഷം ചെയ്യും. കോൺഗ്രസിനെ ഒരു ഭരണം കൂടി ഇല്ലാത്തത് നശിപ്പിക്കും. അത് കേരളവും തകരുകയും തളരുകയും ചെയ്യും. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ട് ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ, അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ, മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഭാരതീയൻ എന്ന നിലയിൽ, ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു ഗാന്ധി എന്ന നിലയിൽ കോൺഗ്രസ് വരുന്നതാണ് നല്ലത്. അങ്ങനെ കോൺഗ്രസിനും UDFനും വരുന്നതാണ് കേരളത്തിനും നമുക്കും എല്ലാവർക്കും നല്ലത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കോൺഗ്രസ് വരട്ടെ, UDF വരട്ടെ. ജയ് ഹിന്ദ്, വന്ദേ മാതരം.